ഹലോ മച്ചാന്മാരെ, അപ്പോൾ മെറ്റൽ സ്പാർക്കാണ്. അപ്പോൾ നമ്മളുടെ പുതിയൊരു സൈറ്റാണ് കേട്ടോ. ഈ കാണുന്ന ഒരു ഏരിയയിൽ നമുക്ക് കാർ പോർച്ച് ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ സൈറ്റ് പറഞ്ഞത് നമ്മളുടെ അടുത്ത് തന്നെയാണ്, കൂനമ്മാവിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ തന്നെയാണ് കൂനമ്മാവാണ് കേട്ടോ സൈറ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസൊക്കെ മെറ്റീരിയൽസ് നമ്മൾ ഇറക്കിയിട്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാണ്ട് പറയാൻ പറ്റില്ല, മഴ കാരണം. അപ്പോൾ മെറ്റീരിയൽസ് ഇറക്കി അന്ന് തുടങ്ങി നമ്മൾക്ക് മഴയായിരുന്നു. അത് കാരണം വർക്ക് ഇവിടുത്തെ ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മളിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വന്നതിന് ഇന്ന് മഴ ഇല്ല അങ്ങനെ കാര്യമായിട്ട്. അപ്പോൾ നമ്മൾ ഒരു കണക്കിന് ഫ്രെയിം ഇത്രയും ആക്കിയേട്ടാ വന്ന് ഇത്ര ആക്കിയത് ഒരു 3:30 മണിയായപ്പോഴേക്കും ഇത് മഴ തുടങ്ങി. നമ്മൾ മെറ്റീരിയൽസ് ഇറക്കിയിട്ട് ഒരു മാസം 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വരുന്നത് കേട്ടോ മഴ കാരണത്. ഇന്ന് വന്ന് ഇത്രയായി അപ്പോഴേക്കും മഴ തുടങ്ങി കേട്ടോ. ഇത് മഴയുടെ കാരണം നമ്മളുടെ വർക്കുകളെല്ലാം ഇപ്പോൾ ഈ ഒരു മേഖലയിലുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ വർക്ക് പെൻഡിങ് ആണ്. മഴ കണ്ടിന്യൂസ് മഴയല്ലേ, ഡെയിലി മഴയാണ്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം കാലത്ത് വന്നതാണ്. കാലത്ത് വന്ന് നമ്മൾ കയറി അപ്പോഴൊക്കെ മഴ സ്റ്റാർട്ട് ചെയ്ത്. ഈ 2-3 പൈപ്പ് അടിക്കാൻ പറ്റി പറലിങ്ങിൻ്റെ. അപ്പോഴൊക്കെ വീണ്ടും മഴ തുടങ്ങി. നമുക്ക് ഇതിനകത്ത് ഡിസൈൻ അടിക്കാനുണ്ട്, പെയിൻറ്റ് വർക്ക്. അപ്പോൾ നമ്മൾ 2ാമത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടോ. ആദ്യത്തെ ദിവസം നമ്മൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. 2ാമത്തെ ദിവസവും മഴ വന്ന് കാലത്തെ മഴ തുടങ്ങി. പണിക്കാർക്കൊക്കെ അപ്പോൾ സന്തോഷമാണ്. നമ്മളടുത്ത ദിവസം നമ്മളിപ്പോൾ 3ാമത്തെ ദിവസം വന്നതാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഫ്രെയിമിൻ്റെ വർക്ക് കംപ്ലീറ്റ് നമ്മൾ തീർത്തിട്ടാ. ഡിസൈനൊക്കെ അടിക്കാനുള്ള അടിച്ച് ഞാൻ അറ്റത്ത് 2 കള്ളിയിൽ ഡിസൈൻ അടിക്കാനുണ്ട്. നമ്മൾ എല്ലായിടത്തും പോലെ മിക്സറായിട്ടല്ല കൊടുക്കണത്, ഓരോ കള്ളി ഇടവിട്ടാണ് നമ്മൾ ഡിസൈൻ അടിച്ചാക്കണത്. പിന്നെ നമുക്ക് ഈ കാണുന്ന പില്ലേഴ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ മേളിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പെയിൻറ്റ് നടത്തിയിട്ട് മേളിൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ താഴത്തെ വർക്ക് പിന്നെയും ചെയ്യാമെന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ സൈഡിൽ ഞങ്ങൾ ഡിസൈൻ അടിച്ച് മഴ ഉണ്ടായില്ല. അപ്പോൾ സൈഡൊക്കെ ഡിസൈൻ അടിച്ച് തീർന്നപ്പോഴേക്കും വീണ്ടും മഴ വന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും വീണ്ടും മഴ തുടങ്ങി. പെയിൻ്റ് അടി അതാരണം നടന്നില്ല. അപ്പോൾ നമ്മളുടെ ഫ്രെയിം വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. നമ്മൾ എടുത്താക്കണ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോളോൻ്റെ 2.5 ട്യൂബാണ് എടുത്താക്കണം. പിന്നെ പർലിങ്ങായിട്ട് എടുത്താക്കണത് 1.25 ട്യൂബാണ്. അതേപോലെ തന്നെ നമ്മൾ ഡിസൈൻ അടിക്കാനകത്ത് എടുത്താക്കണത് നമ്മൾ 5/8 ട്യൂബാണ് എടുത്താക്കണത്. എല്ലാം അപ്പോളോ തന്നെയാണ് എല്ലാം എടുത്താക്കണത്. അപ്പോൾ ഫ്രെയിം വർക്ക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനിയുള്ളതെന്ന് വെച്ചാൽ പെയിൻറ്റിങ് ആണ് കേട്ടോ. പെയിൻറ്റിങ് ഉണ്ട്, പിന്നെ നമുക്ക് ഷീറ്റ് ഇടണം. ഇപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ മഴയാണ്, എല്ലാ ദിവസവും മഴയാണ്. എന്ത് ചെയ്യാനാണ് വർക്ക്. നമുക്കിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മാക്സിമം ഒരു ദിവസം 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വർക്ക് നമ്മളുടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന ടൈം കിട്ടിയില്ല, മഴയില്ല, ഞാൻ നമ്മൾ വേഗം ചെയ്യണത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫൈനൽ ഇത് തന്നെ കേട്ടോ. ബ്ലാക്ക് നമ്മൾ ഡിസൈനൊക്കെ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്ത്, ഇതിൽ ബാക്കിയെല്ലാം നമ്മൾ വൈറ്റ് ആണ്ട് അടിച്ചാണ്. വൈറ്റ് നമ്മൾ അടിച്ചാക്കണമെന്ന് വെച്ചാൽ നെറോലാക്കിൻ്റെ വൈറ്റ് ആണ്ട് എടുത്താക്കണം. സാറ്റിന് ഇനാമിൽ അത് നല്ലൊരു ഫിനിഷിങ് കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ. ഒറ്റ കൂട്ടടിക്കുമ്പോഴേക്കും നല്ല ഫിനിഷിങ് ആവും. 2 കൂട്ടടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മളിവിടെ നമുക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി നമ്മളിവിടെ പോളികാർബണായിട്ട് ഇട്ടാക്കണത്, ബ്രൗണാണ് ഇട്ടാക്കണത്. 2mm പോളികാർബണാണ് ഇട്ടത്. അപ്പോൾ ഈ ഒരു കല്ല് മാത്രം ലൈറ്റിങ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മളിവിടെ മാത്രം നമ്മൾ ഉറന്നിട്ട് കൊടുത്ത്, അല്ലെങ്കിൽ ഒട്ടും ഇരുണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി ഇതൊരു സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോളികാർബണാണ് നമ്മൾ ഇട്ടെടുത്താക്കണത്. അപ്പോൾ നമ്മളുടെ വർക്കൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ വീടുകളിലൊക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും നിൽക്കണമെങ്കിൽ അവർക്ക് നമ്മളെ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുക. നമ്മൾ ഓൾ കെയറിൽ നമ്മൾ ചെയ്യണമായിരിക്കുള്ളൂ വന്ന് കേട്ടോ. നമ്മളപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ 10 years ആയിട്ട് നമ്മൾ വാറൻറ്റി കൊടുക്കുക. ഈ ഷീറ്റിന് നമ്മൾ 10 years വാറൻറ്റി കൊടുക്കാറുണ്ട്. 10 yearsനുള്ളിൽ ഈ ഷീറ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വന്നിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുള്ളൂ കേട്ടോ.